നമസ്കാരം. അയർലൻഡിലെ ദീപ ദിനമണി കൊലപാതകത്തിൽ ഭർത്താവ് റെജിൻ രാജൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് റെജിൻ ദീപയെ വകവരുത്തിയതെന്ന് തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചു. ഇതോടെയാണ് 12-അംഗ ജൂറി സംഘം ഏകകണ്ഠമായി റെജിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. തർക്കത്തെ തുടർന്നുണ്ടായ പിടിവലിക്കിടെ അബദ്ധത്തിൽ കത്തി കഴുത്തിൽ തറച്ചു കയറിയെന്നായിരുന്നു റെജിന്റെ വാദം. എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല. കൊലപാതകം നടന്ന 2023 ജൂലൈ 14-ന് 2 നാൾ മുൻപേ തന്നെ പ്രതി മൂർച്ചയേറിയ വലിയ കത്തി വാങ്ങിയെന്നും കോടതിയിൽ തെളിയിക്കപ്പെട്ടിരുന്നു. അതിന് തെളിവായി മാറിയത് റെജിന്റെ തന്നെ ഫോണാണ്. ഗൂഗിളിൽ മൂർച്ചയേറിയ ആയുധം ഏതാണെന്നും അയർലൻഡിൽ കൊലപാതകം ചെയ്താൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഏതെന്നും ജയിലിൽ തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്തെന്നും വരെ റെജിൻ ഗൂഗിൾ ചെയ്തു മനസ്സിലാക്കിയത് കോടതി വിചാരണയിൽ നിർണായകമായി. കേസിൽ സാക്ഷികളില്ല എന്നതിനാൽ ഇത്തരം സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷന് സഹായകമായി. റെജിന്റെ ഫോണിനൊപ്പം കൊല്ലപ്പെട്ട ദീപയുടെ ഫോണും പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇക്കാര്യം വിശദീകരിക്കാൻ കോടതിയിലെത്തിയ ഫോൺ അനലിസ്റ്റ് സൂസൻ ക്രോണിൻ വെളിപ്പെടുത്തിയത് ദീപയുടെ ഫോണിലും വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തിരച്ചിലാണ് കാണാനായത് എന്നാണ്. ഒരാൾ നമ്മളെ വാട്സപ്പിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനാകുമെന്ന് ദീപയുടെ ഫോണിലും തിരഞ്ഞതായി ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയത് കഴിഞ്ഞ ആഴ്ചത്തെ വിചാരണ വേളയിൽ കോടതിയിലെത്തിയ കാര്യങ്ങളാണ്. റെജിന്റെ ഫോണിൽ കൊല നടന്നതിന്റെ 2 ദിവസം മുൻപും 4 ദിവസം മുൻപുമാണ് കത്തിയെക്കുറിച്ചും ജയിലിനെക്കുറിച്ചും ഒക്കെ തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, തന്റെ ഭാര്യ ചതിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന വിവരവും റെജിന്റെ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിവരം റെജിൻ തിരച്ചിൽ നടത്തുന്നതിന് പകരം സമാനമായ വിവരങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഗൂഗിൾ നൽകുന്ന അനുബന്ധ വിവരമാണെന്നാണ് കോടതിയിൽ ഉദ്യോഗസ്ഥർ വിശദമാക്കിയത്. കൊല ചെയ്യപ്പെട്ട ദിവസം അവസാനമായി ദീപയുടെ ഫോണിൽ വാട്സപ്പിലെത്തിയത് ജെ എന്ന പേരിലുള്ള ഒറ്റ വാക്കിലുള്ള മറുപടി സന്ദേശമാണ്. ഈ വാക്ക് മുൻപൊരിക്കലും ദീപയുടെ ഫോണിൽ എത്തിയിട്ടില്ല എങ്കിലും റെജിന്റെ ഫോണിൽ 115 തവണ ആവർത്തിച്ചിട്ടുണ്ടെന്നും ക്രോസ് വിസ്താരത്തിൽ കോടതിയിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഫോൺ അനലിസ്റ്റുകൾ ഇക്കാര്യം ശരിവെക്കുകയും ചെയ്യുന്നു. അതേസമയം കത്തിയെക്കുറിച്ച് അന്വേഷണം നടത്തിയ റെജിന്റെ ഫോണിൽ നിന്നും കൊലപാതകം, മരണം എന്നീ വാക്കുകൾ സെർച്ച് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ഫോൺ അനലിസ്റ്റുകൾ പറയുന്നു. എന്നാൽ കൊല നടന്ന മുറിയിൽ നിന്നും കണ്ടെടുത്ത കത്തിയിൽ വ്യക്തമായ നിലയിൽ പതിഞ്ഞിരിക്കുന്ന ഫിംഗർ പ്രിന്റുകൾ പ്രതി റെജിൻ രാജിൻ്റേതുമായി മാച്ച് ചെയ്യുന്നതാണെന്നും ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥർ റേച്ചൽ മഹോണിയും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോർക്കിലെ സെൻട്രൽ ക്രിമിനൽ കോടതിയിലായിരുന്നു വാദം. മെയ് 2 വരെ റെജിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ശിക്ഷ വിധിക്കുന്നത് കേൾക്കാൻ ദീപ ദിനമണിയുടെ ഏക സഹോദരന് കോടതി അവസരമൊരുക്കുകയും ചെയ്യും. 2023 ജൂലൈ 14-ന് കോർക്ക് സിറ്റിയിലെ വിൽട്ടണിലെ വീട്ടിലാണ് ദീപ കൊല്ലപ്പെട്ടത്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ജീവനെടുത്തത്. 2023 മാർച്ചിലാണ് ഭർത്താവ് റെജിൻ രാജനും 5 വയസ്സുള്ള മകനുമൊപ്പം ദീപ കോർക്കിലെത്തിയത്. ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു ദീപ. ഇവരുടെ കുടുംബജീവിതം പ്രശ്നത്തിലായിരുന്നു. ദീപ വിവാഹമോചനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കൊലപാതകത്തിലേക്ക് വഴിമാറിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ റെജിൻ ഈ വിവരം 999 വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. തന്റെ പാസ്പോർട്ട് ദീപ തടഞ്ഞു വെച്ചു. അത് ആവശ്യപ്പെട്ടത് തർക്കമായി. തന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ദീപ പറഞ്ഞു. താൻ ഇറങ്ങിപ്പോയില്ല. ഉടനെ തന്നെ ദീപ കിടപ്പുമുറിയിലെ മേശയിലുണ്ടായിരുന്ന കത്തിയെടുത്തു. ഈ കത്തി താൻ വാങ്ങിയതായിരുന്നു. അതെങ്ങനെയാണ് ദീപയുടെ മേശപ്പുറത്ത് വന്നതെന്ന് അറിയില്ല. കത്തിക്ക് വേണ്ടി പിടിവലിയുണ്ടായി. അതിനിടെ കത്തി ദീപയുടെ കഴുത്തിൽ അബദ്ധത്തിൽ കുത്തിക്കയറി. ആകെ ഞെട്ടിപ്പോയി. അതിനാലാണ് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാഞ്ഞത്. ഒരിക്കലും ദീപയെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു റെജിൻ രാജന്റെ വാദം.